മുഖ്യമന്ത്രിയുടെയും അകമ്പടി വാഹനങ്ങളുടെയും ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നു എന്ന പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശുപാർശ. ഒക്ടോബർ മാസം 28-ന് വൈകുന്നേരം തിരുവനന്തപുരം വാമനപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അകമ്പടി പോയ വാഹനങ്ങളിൽ 6 വാഹനങ്ങളും കൂട്ടിയിടിക്കുകയും മുഖ്യമന്ത്രി സഞ്ചരിച്ച 1-ാം നമ്പർ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി അകമ്പടി പോലീസ് വാഹനങ്ങൾ ഇടിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ അകലം പാലിക്കാതെയും കുറ്റകരമായ അമിത വേഗത്തിലും നിരോധിത മേഖലയിലൂടെ ഗതാഗതം നിയന്ത്രിക്കാത്ത റോഡിലൂടെയുമായിരുന്നു മുഖ്യമന്ത്രിയുടെയും മറ്റ് അകമ്പടി വാഹനങ്ങളുടെയും ചീറിപ്പാഞ്ഞതെന്നും മുഖ്യമന്ത്രിയുടെയും അകമ്പടി വാഹനങ്ങളുടെയും ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നോ എന്ന സംശയമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ജീവൻ തന്നെ അപകടത്തിൽ ആകുന്ന തരത്തിലുള്ള അശ്രദ്ധയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെ പോലീസ് എടുത്തില്ല എന്നും ആയതിനാൽ ഗൗരവമായ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് എതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ മാസം 29-ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഇന്നലെ വരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പരാതിയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ച് പരാതിക്കാരൻ നവംബർ 12-ാം തീയതി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ 45 ദിവസങ്ങൾക്ക് ശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും പരാതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. അതേസമയം എസ്കോർട്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് സ്കൂട്ടർ യാത്രക്കാരിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ബ്രേക്ക് ചവിട്ടിയപ്പോൾ പിന്നാലെ വന്ന എസ്കോർട്ട് വാഹനങ്ങൾ ഓരോന്നായി ഇടിക്കുകയായിരുന്നു. 4 വാഹനങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. ഒരു കമാൻഡോ വാഹനം, 2 പോലീസ് വാഹനം, ഒരു ആംബുലൻസ് എന്നിവയുമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കുണ്ടായിരുന്നില്ല. സ്കൂട്ടർ യാത്രക്കാരി MC റോഡിൽ നിന്നും ക്രോസ് ചെയ്തുകൊണ്ട് ആറ്റിങ്ങലിലേക്ക് തിരിയുമ്പോഴായിരുന്നു സംഭവം നടന്നത്. ഈ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ പിറകിലും ഇടിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങിയില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം തുടർന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ യാത്ര തുടരുകയും ചെയ്തിരുന്നു. മറ്റ് 4 വാഹനങ്ങളും സംഭവസ്ഥലത്ത് തന്നെ നിർത്തുകയായിരുന്നു. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്ത വാഹന വ്യൂഹത്തിന് മുന്നിലുണ്ടായിരുന്ന വാഹനം ഇടിക്കുകയായിരുന്നു. ഈ വിഷയത്തിലാണിപ്പോൾ ഏകദേശം 2 മാസം കഴിയുമ്പോഴാണ് തുടർ നടപടിക്കായി ഒരുങ്ങുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പായിച്ചിറ നവാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തതും. 2 മാസത്തിന് ശേഷം ഇന്നലെയാണ് പരാതിയുടെ മേൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതും. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രന്റെ മകന്റെ നിയമനത്തിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന്റെ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനടി രാജിവെക്കണമെന്നാണ് സുധാകരൻ പറഞ്ഞത്. ഹൈക്കോടതി റദ്ദാക്കിയ നിയമനത്തിലാണ് സുപ്രീംകോടതിയും ശരിവച്ചത്. പരമോന്നത കോടതിയിൽ നിന്ന് വരെ തിരിച്ചടി കിട്ടിയ മുഖ്യമന്ത്രിക്ക് ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2017-ൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയങ്ങളായി കൊണ്ടുവന്നു എന്നാണ് മന്ത്രിസഭ 3 വിവാദ വിഷയങ്ങൾ പാസാക്കിയത്. KK രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായവും മകന് ജോലിയും, അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും സഹായം, കോടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോകുമ്പോൾ അന്തരിച്ച പോലീസുകാരൻ പ്രവീണിന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ സഹായം എന്നിവയാണ്. ആശ്രിത നിയമനം നടത്താൻ പ്രത്യേക അധികാരമുണ്ടെന്ന സർക്കാരിന്റെ അവകാശവാദമാണ് സുപ്രീംകോടതിയിൽ പൊളിഞ്ഞതും. സർക്കാർ ജീവനക്കാരുടെ അവകാശമാണ് ആശ്രിത നിയമനം. അതേ പാർട്ടിക്കും സർക്കാരിനും നൽകാൻ മന്ത്രിമാർക്ക് അധികാരമില്ല എന്നും സുവ്യക്തമാണ്. ഇതോടനുബന്ധിച്ച് ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്ത കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.